അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് iPhone 16 ബോക്സ് കൈകൊണ്ട് എടുക്കുകയാണ്. അത് നമ്മുടെ സ്വന്തം ആപ്പിളിന്റെ ആപ്പിൾ സ്റ്റോറിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ കൊടുങ്ങല്ലൂരുള്ള ആപ്പിൾ സ്റ്റോറിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ അനസ്കായിട്ട് നമ്മൾ പറഞ്ഞത് 2 iPhone 16 മൊത്തം 3 കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരെണ്ണം 2 ഗീവ് അവേ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഗീവ് അവേ വഴി വിന്നേഴ്സ് അയക്കുന്നത് നമ്മുടെ മലപ്പുറം കക്കാടുള്ള മുഹമ്മദ് സിനാൻ, പിന്നെ മഫാസ്, കാസർഗോഡ് ഉദുമ. അപ്പൊ ഇവർ 2 വിന്നേഴ്സ് അയക്കണത് മുമ്പ് അടുത്തേക്ക് പോയിട്ടിട്ട് ഈ ഗീവ് ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്ന് പറഞ്ഞാ നമ്മുടെ നാട്ടുകാരന് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് ഈ ഗീവ് ഇറങ്ങുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാമിൽ ഗീവ് ഫുള്ള് നിരോധിച്ചു പറഞ്ഞിട്ടൊരു സംഭവം ഇറങ്ങിയത്. ഇൻസ്റ്റാഗ്രാം ആ ഒരു പോളിസി പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഞങ്ങൾ നടത്തിയ ഗീവയുടെ ഫസ്റ്റ് വീഡിയോ റിമൂവ് ആക്കിയിട്ടുണ്ടായി. അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെക്കേണ്ടത്. അതായത് iPhone 16 ഇറക്കണേക്ക് മുമ്പ് നമ്മൾ ഗീവ് അനൗൺസ് ചെയ്തിട്ടുണ്ടായി. അതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ റിമൂവ് ആയത്. എന്തായാലും നമ്മൾ പറഞ്ഞ സാധനം നമ്മൾ ഒരിക്കലും കൊടുക്കാണ്ടിരിക്കില്ല. നമ്മൾ ഒറ്റ ദിവസത്തെ ഗീവ് ഇട്ടിട്ട് നമ്മൾ 2 വിനേഴ്സിനെ സെലക്ട് ചെയ്ത് 2 വിനേഴ്സിനെ ലൈവായിട്ട് സെലക്ട് ചെയ്ത വീഡിയോ എല്ലാ പരിപാടിയും ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൊടുങ്ങല്ലൂർക്കാരെ അനസ്ക ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാല് അത് വാക്കായിരിക്കും. എന്റെ അനസ്കാരെ ഫോൺ ഇപ്പോഴും 15 സീരീസ് ആണെങ്കിലും ഞങ്ങൾ പറഞ്ഞ പോലെ ഗീവ് വിനേഴ്സിന് കൊടുക്കാൻ പോകുന്നു. 2 16 കൊടുത്തു അനസ്ക. വിളിച്ചോ. അപ്പൊ 2 +1 +2 പഠിക്കണത് എത്ര +2. ഇനി നീ മുമ്പ് ഗീവേക്ക് മുമ്പ് വിചാരിച്ച കാര്യം പറ. ഗീവേ ഫുള്ള് പറഞ്ഞോ അത് വെച്ച് കഴിഞ്ഞപ്പോ ഗീവേ ഫുള്ള് പറഞ്ഞോ ഫുള്ള് ഫേക്ക്. അപ്പൊ ഇതേപോലെ കിട്ടാത്തവരൊക്കെ വിചാരിക്കണ്ടാവും, അവരൊക്കെ വിചാരിക്കണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മള് ജെന്യൂൻ ആയിട്ട് ചെയ്യേണ്ടത് അനസ്ക. നമ്മ ഫസ്റ്റ് ഗീവ് 13 Pro ആണ് കൊടുത്തിരുന്നത്. അത് നമ്മ ഇത് വീട്ടിൽ തന്നെ +2 പഠിക്കുന്ന ഒരു പയ്യനാണ് കിട്ടിയത്. ഇവരും +1 +2 വിദ്യാർത്ഥികളാണ്. എന്ന് പറഞ്ഞാലും അടുത്ത ഗീവയിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുത്ത് അടിപൊളി അടുത്ത സാധനങ്ങളൊക്കെ കിട്ടട്ടെ. നമ്മുടെ തുടർ ഗീവകളൊക്കെ വരുന്നുണ്ട്. ആരെങ്കിലും ഇപ്പൊ കൊടുക്കാനുള്ള വീഡിയോ മുങ്ങിപ്പോവാൻ കാരണം ഞങ്ങൾ സ്ക്രീൻഷോട്ട് വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും അതൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൂസിഫറിലത്തെ ലാലേട്ടന്റെ ഫാൻസ് ഞങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ നിമിഷം ആഗ്രഹിക്കണ്ടല്ലേ അല്ലെ? ലൂസിഫറിൽ ലാലേട്ടൻ പറഞ്ഞിട്ട് സായിക്കും പറഞ്ഞെടുത്ത്. താങ്ക് യു.